പൊതുവെ നമ്മുടെ പിന്നെ അജിത് ഡോവൽ, ജയശങ്കർ, അമിത്ഷാ, ഇപ്പൊ അമിത്ഷാ പറയുന്നുണ്ട് നമ്മൾ അടിക്കുന്ന അടി ലോകം തന്നെ ചർച്ച ചെയ്യുമെന്നുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഈ നമ്മുടെ ജയശങ്കറിനെ കുറിച്ച് പലപ്പോഴും പറയുന്നത് ഏറ്റവും ലളിതമായി കാര്യങ്ങൾ കുറച്ചേ സംസാരിക്കും, പക്ഷെ പ്രവർത്തനം ഭയങ്കര വലിയ രീതിയിലായിരിക്കും. അത് എവിടെയാണെങ്കിലും അങ്ങനെ, ലോകത്ത് എവിടെ അദ്ദേഹം സംസാരിച്ചാലും പറയാനുള്ള മറുപടി മാത്രമേ പറയുള്ളൂ, പക്ഷെ പ്രവർത്തനം വളരെ മികച്ച രീതിയിലുമായിരിക്കും. ഈ ഡൽഹി സ്ഫോടനം ഉണ്ടായിട്ടും ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, ഡോക്ടർമാര്, NIA ഏജൻസികൾ കേരളത്തിൽ അടക്കം വരുന്നു, നമ്മുടെ റോ അടക്കം, ഇന്റലിജൻസ് അടക്കം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഈ സമയത്ത് രണ്ടുപേരുടെ മൗനം ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുകയാണ്. ഒന്ന് അജിത് ഡോവൽ, ഒന്ന് S ജയശങ്കർ. എന്തായിരിക്കും? എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇവർ അങ്ങനെ മിണ്ടാതെ ഇരിക്കത്തുള്ളൂ. അപ്പൊ എന്തോ ഒരു വലിയ സംഭവം ഇവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? അല്ല, പ്ലാനിങ് നടക്കുന്നുണ്ടല്ലോ, പ്ലാനിങ് നടക്കുന്നുണ്ട്. ഡൽഹി സ്ഫോടനത്തിന് ശേഷം അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യത്തിനകത്തും ആഴത്തിൽ പ്രവർത്തനം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് മേഖലയും, വൈദോവലെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലയ്ക്കകത്ത് അദ്ദേഹം അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും കടന്നു പോയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മറ്റത്തെ വിദേശകാര്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ രീതിയിലും, കാരണം ഏൽപ്പിച്ചിട്ട് പോയാൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ അപ്പുറം റിസൾട്ടാണ് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് വളരെ വലിയ മൗനമാണ്. കാരണം ആ മൗനത്തിന് ആ വിഷയത്തിന് വലിയ വലിപ്പമുള്ളത് കൊണ്ടാണ്. ചുമ്മാ സംസാരിച്ചിട്ട് കാര്യമില്ല, സംസാരിക്കുന്നത് തന്നെ ശരിയല്ല. അതിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ, റൂട്ടുകൾ അത് മനസ്സിലാക്കുക, അത് അതേ രീതിയിൽ ഉൾക്കൊള്ളുക, അതിന് അതേ വലിപ്പത്തിൽ അത് കണ്ടെത്തിയിട്ട് അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ നോക്കുമ്പം അതിനും വലിയൊരു വിശാലതയുണ്ടല്ലോ. പാകിസ്ഥാനുണ്ട്, പാകിസ്ഥാനിൽ ഇപ്പം ഭീകരന്, കോട്ടിട്ട ഭീകരൻ വിചാരിക്കുന്ന മുനീറിനെ കൊണ്ടുപോയിട്ട് തുർക്കിയിൽ ആണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് കണ്ടെത്തുന്നു. അത് മെനഞ്ഞാന്നല്ല, 2 മാസം മുമ്പല്ല, 2022 മുതൽ ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന് വല്ലാത്തൊരു വലിപ്പമുണ്ട് ഇന്ത്യക്കകത്ത്. ഇപ്പം ഈ പാകിസ്ഥാനകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ മസൂദ് അൻസർ അല്ലെങ്കിൽ വേറെ അവൻ്റെ അല്ലാത്ത വേറെ ജെയ്ഷെ മുഹമ്മദാണോ മസൂദ് അൻസറിന്റെ? വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, വേറെയുണ്ട്. ആ സംഘടനയ്ക്കെല്ലാം കഴിഞ്ഞ ദിവസത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കകത്ത് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ലക്ഷറി തൊയ്ബ ഇവർക്കുണ്ടെന്നാണ് ഇവിടുത്തെ വിലയിരുത്തൽ. അതിന് ചെറിയൊരു ഉദാഹരണമാണല്ലോ, വളരെ സൗമ്യയായ വളരെ മന്യായ മാഡം ഡോക്ടർ ഷാഹിൻ, അവളെ പറ്റി പരിശോധിച്ചപ്പോൾ അവൾ ഇതിൻ്റെ വനിതാ വിങ്ങിൻ്റെ ഇവിടുത്തെ കമാൻഡറാണ് കേരളത്തിലെ. അപ്പം കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിലെ അപ്പം അവരെന്തെല്ലാം പ്രവർത്തി ഇതിനകത്ത് മൊത്തവും എല്ലാ കാര്യത്തിനകത്തും ബന്ധം, പാകിസ്ഥാനുമായിട്ട് ബന്ധം, ഡയറക്റ്റ് ഫോൺ വിളി, ഈ പറയുന്ന ഭീകരന്റെ പെങ്ങളുമായിട്ട് അടുപ്പം, ആ രീതിയിലേക്ക് വലിയ വലുപ്പം. ഇത് കുറച്ച് കാലം കൊണ്ടല്ലോ. ഒരു ഭർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്തോ 2013 തൊട്ട് ഭാര്യയുടെ പണി അവർ ചെയ്യുന്നേ ഇല്ല, വീട്ടിലും വരുന്നില്ലെന്നാ പറഞ്ഞേ. അയാളെ പിടിച്ച് ചോദിച്ചു, എൻ്റെ ഒന്ന് വെച്ചാട്ടാ ഞാൻ കല്യാണം കഴിച്ചതേ ഉള്ളൂ, ഒഴിഞ്ഞു, 2013 തൊട്ട് ഇതാ വീട്ടിലൊന്നും വരുന്നില്ല, അവരവരുടെ പണിയും കൊണ്ട് നടക്കും. അപ്പോൾ പണിയെന്തോ ഇതാ പൊട്ടിത്തെറിക്കുക, സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇവിടെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഞാനീ പറഞ്ഞത് ഇതിനകത്ത് നേരത്തെ സിന്ദൂർ ഓപ്പറേഷൻ, ആ ഓപ്പറേഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനെ എതിർക്കുന്നതിന് വേണ്ടി ബലൂചിസ്ഥാനകത്ത് നിന്ന് ബലൂചിസ്ഥാൻ പോരാളികൾ പറഞ്ഞു ഇവനെ കൈകാര്യം ചെയ്ത് ഞങ്ങൾ തരാം, ഞങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്തു തരാം. അതേസമയം തന്നെ ലോകത്തെല്ലാവരും ഭീകരന്മാരായിട്ട് കാണുന്ന, ലോകത്തെല്ലാവരും കുഴപ്പക്കാരായിട്ട് കാണുന്ന, ലോകത്തെല്ലാം പ്രശ്നക്കാരായിട്ട് കാണുന്ന ഈ താലിബാൻകാർ പറഞ്ഞു ഈ തോന്നിവാസത്തിന് ഞങ്ങൾ അടിച്ചോളാം, ഞങ്ങൾ ആദ്യം അടിക്കാം. അപ്പം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൗനം അല്ലെങ്കിൽ അജിത് ഡോവലിൻ്റെ മൗനം, ഇതിനകത്ത് ഈ തിരിച്ചടിക്ക് ഒരു വലിയ ഒരുക്കമുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഈ തിരിച്ചടിക്കുള്ള വലിയ ഒരുക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേരിട്ട് പാകിസ്ഥാനെ അടിക്കുന്ന ഒരു അവസ്ഥയല്ല. പാകിസ്ഥാനെ ആദ്യം അടിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അഫ്ഗാനിസ്ഥാനായിരിക്കും. നമ്മൾ ആദ്യമേ നമുക്ക് പിന്നെ രണ്ടാമത് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഒരു രീതിയാണ്. പാകിസ്ഥാന് കൂലി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂലി കിട്ടാൻ പോകുന്ന ഒരു രാജ്യമുണ്ട് ബംഗ്ലാദേശ്. കാരണം ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇങ്ങനെ പൊന്നിയിൽ മാന്തുന്ന പോലെ സാധനങ്ങൾ മാന്തിക്കൊണ്ടിരിക്കുക.
മദ്രസകളും മറ്റ് സംവിധാനങ്ങളും വളരെ കൂടുതലായിട്ട് അന്ന് തൊട്ടേ പാകിസ്ഥാൻ അവിടെ ISI പാകിസ്ഥാൻ ചാരസംഘടന ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് നമ്മളിത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി നമ്മളുടെ ചില സംവിധാനങ്ങൾ ഒരുപക്ഷെ അതിർത്തിയിൽ നമ്മൾക്ക് ത്രെട്ടായിട്ട് നിൽക്കുന്ന പല മേഖലയും, ഇപ്പം ചിക്കൻ നെക്കിനകത്ത് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ചൈനയുമായിട്ടൊരു ശകലം കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ ഒക്കെ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് യുദ്ധം ഉണ്ടായാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് പിടിക്കാമല്ലോ. ബംഗ്ലാദേശിന് അടി കിട്ടും. അപ്പം ഞാനീ പറഞ്ഞ ജയശങ്കറിൻ്റെ മൗനം, ജയശങ്കർ ഈ പല രാജ്യങ്ങളുമായിട്ട് നയതന്ത്രത്തിനകത്ത് അദ്ദേഹത്തെ കഴിഞ്ഞുള്ള കാര്യമുള്ളൂ. UN പോയാലും കാര്യം പറയും, എവിടെ പോയാലും കാര്യം പറയും. ഇപ്പം ജെന്നി പറഞ്ഞല്ലോ കുറച്ചേ കാര്യം പറയത്തുള്ളൂ, ക്യാപ്സൂൾ ഐറ്റമാണ്. അറിയാം കാര്യം പറയുന്നതിനകത്ത് ഒരു പ്രാവശ്യം UN ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഈ UN സെക്രട്ടറി ജനറലൊക്കെ ഇരുന്ന് വിറയ്ക്കുക. കാരണം ചോദ്യത്തിന് മറുപടി ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഏതാണ്ട് ഒരു കാര്യത്തിനകത്ത് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കൊന്ന് പാകിസ്ഥാനോട് തുർക്കി, ഇയാൾക്ക് എന്താണ് ഇതിനകത്ത് ഉദ്യോഗസ്ഥൻ എടുത്ത്, നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് മറുപടി പറയാൻ അധികാരം? രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതിന് നിങ്ങളാരായത്? അപ്പം ചോദ്യം ചോദിക്കുക, അത് അവിടെ നിർത്തുക. പ്രധാനമന്ത്രി പോകണ്ടാത്ത അല്ലെങ്കിൽ പോകാത്ത ഒരു സ്ഥലത്ത് അതേ വലിപ്പത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ കശ്മീർ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ആരാ? അതെ, മാത്രമല്ല വേറെ ഉദ്യോഗസ്ഥൻ ഏതാണ്ട് കാര്യം പറഞ്ഞു ഇയാളെ സംസാരിക്കും രാജ്യത്തിന്റെ വിഷയത്തിൽ. അപ്പൊ ഈ രീതിയിലേക്കാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പം പ്രധാനമന്ത്രി പോകാതെ ഒരു വിഷയം, ഇപ്പോൾ ഒരു വലിയൊരു ചർച്ച നടക്കും, അല്ലെങ്കിൽ ഇതുപോലെ രാജ്യാന്തര ചർച്ച, പ്രധാനമന്ത്രി പോകുന്നില്ല, അപ്പോൾ അതൊരു വാർത്തയാവും. പക്ഷെ നമുക്കവിടെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി പറയുന്നതിനെക്കാട്ടിൽ ആ കാര്യം വ്യക്തത വരുത്തി അവിടെ പറയുന്നതിന് സാധിക്കുന്ന വിടുന്ന ഒരാളാരെന്നറിയാം. ഫസ്റ്റ് അജിത് ഡോവൽ, ജയശങ്കർ വിദേശകാര്യമന്ത്രി. അജിത് ഡോവലിനെയും റഷ്യയിൽ നമ്മൾ വിട്ടുകയറാൻ നിസ്സാരക്കാണ്. റഷ്യൻ പുടിൻ വന്ന് കൈ പിടിച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ പുടിൻ ആരുടെയും കയ്യക്കാലിൽ നിന്ന് പിടിക്കുന്ന ആളെന്നല്ല. നമുക്ക് അത്ര പ്രോട്ടോക്കോളുള്ള നേതാക്കന്മാരാ. നമ്മുടെ പ്രധാനമന്ത്രി ചിലപ്പോൾ മാനിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇവിടുത്തെ അജിത് ഡോവൽ പോലെ ആ വലിപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനെയൊന്നും ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് വന്ന് ഇറങ്ങി കയ്യെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. അപ്പോൾ അജിത് ഡോവലിന്റെ വലിപ്പം മാത്രമല്ല ഇന്ത്യയുടെ വലിപ്പം, ആ ഉദ്യോഗസ്ഥനെ പോലും അതേ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവരെ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു വലിപ്പം, അംഗീകാരം. അപ്പം അവർ ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയും പറഞ്ഞത് അത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രിക്ക് അത് പറയേണ്ടതായിട്ടൊന്നും, അല്ലെങ്കിൽ അദ്ദേഹം അത് പറയത്തില്ലായിരുന്നു. എന്ത് പറയേണ്ടതായിട്ടൊന്നും. ഇവിടെ ഈ വിഷയം ഗൗരവമുള്ള വിഷയമാണ്. ഈ മരണം അല്ലെങ്കിൽ ഈ സ്ഫോടനം അത്ര ഗൗരവത്തിലുള്ള, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും ഇത് ചെയ്തവരെയും വെറുതെ വിടുന്നൊരവസ്ഥയില്ല, അവിടെ നിർത്തി. പിന്നെ അമിത്ഷാ പറഞ്ഞു ലോകം ചർച്ച ചെയ്യുന്ന തിരിച്ചടിയായിരിക്കും. ലോകം ചർച്ച ചെയ്യുന്ന തിരിച്ചടിയായിരിക്കും ഈ തിരിച്ചടി. ലോകം ചർച്ച, കഴിഞ്ഞ തിരിച്ചടി തന്നെ ലോകമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതിന് ശേഷം ഇപ്പം അടുത്ത തിരിച്ചടി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ജപ്പാൻ ഉൾപ്പെടെ ഉള്ളൊരു എഴുതി കഴിഞ്ഞു. നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് വരെ ആശങ്കയുണ്ട് അങ്ങനെയൊക്കെ. നമുക്ക് ഇവിടെ നിന്നായിരിക്കും ഈ അടി വന്നത്, എങ്ങനെയായിരിക്കും ഓരോ ഇന്ത്യക്കാരുടെയും അഭിമാനമാണ്. പക്ഷെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, ഈ എവിടെ നിന്നായിരിക്കും, തുർക്കിക്കിട്ടാണോ ആദ്യം, അതോ പാകിസ്ഥാനാണോ, ഇനി ഇതൊന്നും അല്ലാതെ ബംഗ്ലാദേശിലാണോ, ഏവനടാ എവിടെ നിന്നാണ് അടി എന്നുള്ളൊരു. അപ്പൊ ഇതിനകത്ത് ഇവരുടെ മൗനം നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പം അത് ഒരു ഓപ്പറേഷൻ, ഡയറക്റ്റ് ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷമുള്ള ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടി. നിങ്ങൾ നോക്കിയത് ഡയറക്റ്റ് ഇന്ത്യ അടിക്കും. പക്ഷെ ഇന്ത്യയുടെ അടിക്ക് മുമ്പേ പാകിസ്ഥാനെക്കറി അടിക്കാൻ പോകുന്ന അഫ്ഗാനിസ്ഥാനായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ആടി തുടങ്ങും, അങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഈ പാകിസ്ഥാനെ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബംഗ്ലാദേശിനെ അടിക്കും. ബംഗ്ലാദേശിൻ്റെ അതിർത്തി ചില മദ്രസകളും അതിർത്തി സംവിധാനങ്ങൾ, ചിക്കൻ നെക്കിൻ്റെ അവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ അറിയാമല്ലോ. 1-2 വട്ടം ഇവിടെ നേരത്തെ സിന്ദൂർ ഓപ്പറേഷൻ്റെ സമയത്ത് ചാടി വീണതാണ് യൂനസിനെ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യ ഒന്ന് മാന്തിയാകും. നേരെ അവിടുത്തെ ഈ നമ്മുടെ സൈനിക മേധാവി പറഞ്ഞാൽ എനിക്ക് അവരെ അറിയാൻ, ചുമ്മാതെ എന്തെങ്കിലും ചാടി മാത മേടിച്ച് കൂട്ടണ്ട, നിസ്സാര മേടിപ്പായിരിക്കത്തില്ല, അതുകൊണ്ട് അവിടെ നിൽക്കുക, ഞാൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട. പക്ഷേ ആ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ അവൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ വിഷയം വെച്ച് ഇവൻ കയറി ഇവിടെ ചൊറിയാനും മാന്താനും വരും. അപ്പം അവിടുത്തെ കാര്യത്തിനകത്ത് അവിടെ നമുക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ അസ്വസ്ഥതകളൊക്കെ ഇതങ്ങ് മാറുമ്പം ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ മൗനവും യൈദോളിൻ്റെ നീക്കവും ഒക്കെ അതിനകത്തും എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ച് പോയി കിടക്കണോ. അല്ല, അകത്ത് അവർ ഇപ്പം ഈ അടുത്ത വിഷയത്തിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ബലൂചിസ്ഥാൻ പറഞ്ഞില്ലേ തിരിച്ചടിക്കണം, തോന്നിവാസമാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബലൂചിസ്ഥാൻ ഈ ബംഗ്ലാദേശിനകത്ത് ഇന്ത്യക്കകത്തുള്ള വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരുള്ളതുപോലെ ബലൂചിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധമുണ്ട്. അവരന്ന് പിടിച്ചെടുത്തപ്പോൾ തൊട്ട് ഇന്ത്യയുമായിട്ട് ചേരാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് പാകിസ്ഥാനകത്ത് ഖൈബർ പഖ്തൂൺ മേഖലയിൽ TTP കിടപ്പുണ്ട്, അവനെ അടിക്കാൻ.
ബലൂചിസ്ഥാൻ കിടപ്പുണ്ടായവനെ അടിക്കുക. അതിനകത്ത് പിന്നെ ആ ബോർഡർ ഖൈബർ പഖ്തൂൺഖ്വന്റെ കയ്യിലും പിന്നെ താലിബാൻ ഇങ്ങനെ നോക്കി നിൽക്കുക ആ ബോർഡർ പാകിസ്ഥാൻ കാശ്മീർ മറ്റേമാരെല്ലാം ഓടിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ. അപ്പം ഇതിനകത്തുള്ള തിരിച്ചടി എന്ന് പറഞ്ഞാൽ അകത്തെ പ്രശ്നം തീർക്കാൻ പറ്റാത്ത രീതിയിലേക്കാവും. പുറത്തടിക്കാം, അകത്ത് അവന്മാരെ അടിക്കാൻ ചെയ്യും. ഈ നമ്മൾ പുറത്ത് തീർക്കാൻ വരുന്ന സമയത്ത് ഇതിനകത്ത് യുദ്ധം നടക്കും. കൂടെ ഈ അഫ്ഗാനിസ്ഥാൻ കയറി അടിക്കും. അതിൻ്റെ കൂടെ ബംഗ്ലാദേശിന് കിട്ടും. ബംഗ്ലാദേശിനെ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ അജിത് ഡോവൽ പറഞ്ഞ കേട്ട ഓർമ്മയുണ്ടായി, നമ്മുടെ അതിർത്തിയല്ലേ, നമ്മുടെ അയൽ രാജ്യമല്ലേ ആര് ബംഗ്ലാദേശ്. എന്താ ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യമാണോ? അപ്പം നമ്മുടെ അയൽ രാജ്യമാണെങ്കിൽ POK നമ്മുടെ ഭാഗമായിട്ട് വരണ്ടേ? ഇപ്പൊ POK നമ്മുടെ ഭാഗമായിട്ട് അത് രാജ്നാഥ് സിംഗ് പറഞ്ഞു, നിങ്ങൾ വടിയും കമ്പും തോക്കൊന്നും എടുക്കണ്ട, അല്ലാതെ തന്നെ POK പോന്നോളൂ. കാരണം അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജയശങ്കർ വളരെ സംസാരിക്കുന്നത് പാകിസ്ഥാൻ കാശ്മീർ POK എന്നല്ല, നമ്മുടെ ഭാഗമാണെന്ന്. അവരൊക്കെ ഈ മാപ്പിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. മനസ്സിലായി? മാപ്പിനകത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും രാജ്നാഥ് സിംഗും ഇവരൊക്കെ മാപ്പിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അത് ഈ ചെറിയ നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മുടെ അയൽ രാജ്യമല്ലേ, അങ്ങനെ നമ്മുടെ അയൽ രാജ്യം വേണമെങ്കിൽ POK നമ്മുടെ രാജ്യം നമ്മുടെ ഭാഗമാവണം, എന്നാൽ അയൽ രാജ്യം എടുത്തപ്പോൾ ഇതൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിക്കകത്ത് ഒരു തീരുമാനം എങ്ങനെ വേണം അതിനകത്ത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ അഫ്ഗാനും അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് ജയശങ്കർ പിന്നെ ഈ അകത്തുണ്ടല്ലേ, അകത്തെ പണി നടത്തുന്നത്. ഈ ബാക്ക് ഡോർ ടോക്കും സ്ട്രേറ്റ് ഡോർ ടോക്കും ഉണ്ട്. സ്ട്രേറ്റ് ആയിട്ടുള്ള ടോക്കിനെല്ലാം ജയശങ്കർ, ബാക്ക് ഡോർ ടോക്കെല്ലാം അജിത് ഡോവല്. ഈ അകത്ത് TTP പിന്നെ നമ്മുടെ ബലൂചിസ്ഥാൻ അതിനകത്ത് വേറെ സംവിധാനങ്ങൾ ഇവരായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. വേണമെങ്കിൽ മസൂദ് അൻസറിന്റെ അവന്മാരുമായിട്ട് പോലും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. പണ്ടൊരാളെന്ന് പറഞ്ഞു ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനയിലും പ്രധാനപ്പെട്ട ഒരു കക്ഷി ഇദ്ദേഹത്തിന്റെ ആളാണ്. അല്ലെ അവന്മാർ നടത്തുന്ന ഓപ്പറേഷൻ എല്ലാം അങ്ങനെ എങ്ങനെ അറിയുന്നു? ഒരു ബൈക്ക് വരുന്നു, തീർക്കുന്നു, ബൈക്ക് പോകുന്നു. അതാ പറയാം. അപ്പൊ എങ്ങനെ അവരുടെ പ്ലാനിങ് മൊത്തം പുള്ളി അറിയുന്നത്? അപ്പൊ അതുകൊണ്ടുള്ള ബന്ധം അത്രയ്ക്ക് രഹസ്യാത്മകമായിട്ട് ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. ചെന്ന് നിന്ന് പഠിച്ചിട്ട് പോകുന്നത്. അല്ല ആരെങ്കിലും പറഞ്ഞു കേട്ടില്ല പാകിസ്ഥാൻ ഇവിടെ എന്തൊക്കെ ഉണ്ട്, പാകിസ്ഥാന്റെ എല്ലായിടത്തും ചെന്ന് 10-18 കൊല്ലം അവിടെ ചാരപ്രവർത്തനം നടത്തി അവിടെ കണ്ടുപഠിച്ചിട്ട് വന്ന ആളാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും. അപ്പം ഈ മൗനം വലിയൊരു പൊട്ടിത്തെറിക്കും വലിയൊരു പ്ലാനിങ്ങിനുമാണ്. ആയിരിക്കും എന്നുള്ള ആശങ്കയിലാണ്. ഇപ്പം നമ്മളെക്കാട്ടി വലിയ ആശങ്ക ലോകത്താണ്. എന്തൊക്കെ സംഭവിക്കും, അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ഇങ്ങനെ നോക്കിയിരിക്കുക. അതാണ് ഒരു പ്രശ്നം.